ഇപ്പൊ നമ്മുടെ ഹാനും എസ്ലേനെ കുറിച്ച് ഷിന്നിന്റെ അടുത്തിരുന്ന് എല്ലാം അറിയുമ്പോഴാണ് അവനും പറയുന്നത്, അപ്പൊ നീ കാണുന്ന ലോകം ഫുള്ളും റെഡ് ലൈൻ ആയിരിക്കോ? അതുകൊണ്ടാണോ നീ എപ്പോഴും കൂളിംഗ് ഗ്ലാസ് ഇട്ടുകൊണ്ട് നടക്കുന്നത്? പിന്നെ ഇതേപോലെ ഗ്ലാസ് കുറെ എണ്ണം ഉണ്ടോ എന്നിങ്ങനെ അവനും ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഷിന്നും ആലോചിക്കുന്നത്. അത് കഴിഞ്ഞ അടുത്ത ദിവസം സ്കൂളില് ഷിൻ ഉറക്കത്തില് കങ് മരിക്കുന്നതായി കാണും. പക്ഷെ മരിച്ചതിന് ശേഷം പെട്ടെന്ന് നമ്മുടെ കങ് കണ്ണു തുറന്ന് ഷിന്നിനെ നോക്കും. ഇത് കണ്ട് ഷിൻ പേടിച്ച് എഴുന്നേക്കുമ്പോഴാണ് അത് ക്ലാസ് റൂം. അതിനുശേഷം ലീ എന്ന പെണ്ണും ക്ലാസ് ലീഡറും ഷിന്നും ഒരുമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലീയും പുറത്തു പോയാലോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ഷിന്നും വരത്തില്ലെന്ന് പറയുന്നത് കേട്ട് ക്ലാസ് ലീഡറും പറയും, അവൾ ഉറക്കത്തില് എന്തോ കണ്ട് പേടിച്ച്, അതുകൊണ്ടായിരിക്കും അവള് വരാത്ത. ഇത് കേട്ട് നമ്മുടെ ഷിന്നും പറയും, ഇല്ല, ഞാൻ പാർട്ട് ടൈമിന് വേണ്ടി വേറെ ഒരു ഹോട്ടലിൽ പോവുക. ഇപ്പൊ ഷിൻ ജോലിക്ക് പോകുന്ന അതേ ഹോട്ടലിലായിരിക്കും നമ്മുടെ കൊറിയൻ ടീച്ചറും ബുള്ളിയായ ഹിയോങ് എന്ന് പറയുന്ന ആ പെണ്ണും പോയിരുന്നത്. അതിനുശേഷം നമുക്കിപ്പോ ഒരു പുതിയ ക്യാരക്ടറിനെ കാണിക്കുന്നത്. ഇവളുടെ പേരാണ് മെയ്സുങ്. ഇവളും ഷിന്നിന്റെ സ്കൂളിൽ തന്നെ വേറെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ മെയ്സുങ്ങിനെ അവളുടെ സീനിയർ അവൾ ചെയ്യാതെ പോയ ഒരു ജോലിക്ക് അവളെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമുക്ക് കാണിക്കുന്നത് മെയ്സുങ്ങിന്റെ അടുത്തും ആ കണ്ണാടി കാണും. എന്നിട്ട് അവളും ആ കണ്ണാടി വഴി സീനിയറിനെ നോക്കുമ്പോ സീനിയറിന്റെ തലയ്ക്ക് ഒരു റെഡ് ലൈനും കാണത്തില്ല. ഇത് കണ്ട് പുച്ഛിച്ചൊരു ചിരി തിരിച്ചിട്ട് അവളും അവളുടെ ജോലി നോക്കാൻ പോകും. അതിനുശേഷം മെയ്സുങ്ങും അവളുടെ സീനിയറെല്ലാം കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടെ പാട്ട് പഠിപ്പിക്കുന്ന സാറ് വരുന്നത്. ആ സാറിനെ നമ്മുടെ മെയ്സുങ്ങിന് ഇഷ്ടമാണ്. പക്ഷെ ഇതുവരെ അവൾ അത് തുറന്നു പറഞ്ഞിട്ടില്ല. നമ്മുടെ മെയ്സുങ്ങിന് ദേഷ്യം വരുമ്പോഴെല്ലാം അവള് സ്റ്റാപ്ലർ എടുത്ത് ഇങ്ങനെ വെറുതെ അടിച്ചോണ്ടിരിക്കും. അതേപോലെ വേറെ ഒരു വേഷം ഇട്ട് നമ്മുടെ മെയ്സുങ് സ്റ്റാപ്ലർ അടിച്ചോണ്ട് നമ്മുടെ ഷിൻ ജോലി ചെയ്യുന്ന അതേ ഹോട്ടലിലേക്ക് അവളും ഒറ്റയ്ക്ക് ഒരു റൂം എടുക്കാൻ വരും. അതും 206 എന്ന് പറയുന്ന ആ റൂം മാത്രമേ അവള് മേടിക്കത്തുള്ളൂ. ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ഹാനും മറ്റേ പോലീസും അവരും കങ്ങനെ ആരായിരിക്കും തള്ളിയിട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഹാനും പറയുന്നത്, ഇതിനെല്ലാം ഈ ഗ്ലാസ് ആ കാരണം. അപ്പൊ മറ്റേ പോലീസ് ചോദിക്കും, ആ ഗ്ലാസ് ഇട്ടാ എന്തോ കാണാൻ പറ്റുന്നത്? അതിന് നമ്മുടെ ഹാനും അവരുടെ തലയിലെ റെഡ് ലൈൻ കാണാൻ പറ്റും എന്നിങ്ങനെ അവനും പറയുമ്പോഴാണ് മറ്റേ പോലീസ് അത് കളിയാക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് അവനും വിചാരിക്കും. ഇതേ സമയം നമ്മുടെ ഷിന്നും പാർട്ട് ടൈം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നമ്മുടെ ലീയും ക്ലാസ് ലീഡറും കൂടി വരുന്നത്. ഇത് കണ്ട് ഷിന്നും ചോദിക്കും, നിങ്ങളെന്തോ ഇവിടെ ചെയ്യുന്നത്? അതിന് ലീയും പറയും, നിന്നെ കാണാൻ വന്നയാ, പിന്നെ ഇവിടെ എത്ര പേരുണ്ട് എന്ന് പറഞ്ഞ് അവളും ഓരോ റൂമിലേക്ക് കയറി ചെല്ലാൻ നോക്കും. അതിനുശേഷം 3 പേരും കൂടി കൗണ്ടറിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ലീ ആണെങ്കിൽ ഷിന്നിനെയും ക്ലാസ് ലീഡറിനെയും കൂടി അടുപ്പിക്കാൻ വേണ്ടി അവരെ ഇങ്ങനെ തള്ളി കളിച്ചോണ്ടിരിക്കും. അതേസമയം മെയ്സുങ്ങും അവിടെ വന്ന് അവളുടെ 206 എന്ന് പറയുന്ന ആ റൂമിലേക്ക് പൈസ അടിച്ചിട്ട് കയറി ചെല്ലും. ഇത് കണ്ടിട്ട് നമ്മുടെ ലീയും ഇവരെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ അവളും ആലോചിച്ചോണ്ടിരിക്കും. മെയ്സുങ്ങും റൂമിനകത്തേക്ക് പോയതിനു ശേഷം അവളും ഉറക്കെ ശബ്ദത്തിൽ, ഞാൻ കുറെ പേരുടെ കൂടെ ബന്ധം വെച്ചിട്ടുണ്ട്, പക്ഷേ മ്യൂസിക് ടീച്ചർ, അതായത് പാട്ട് പാടിത്തരുന്ന ആ ടീച്ചറിനെ കണ്ടതിന് ശേഷം എനിക്ക് ആരുടെ കൂടെയും സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് അയാളെ വേണം, എനിക്ക് അയാളെ ഒത്തിരി ഇഷ്ടമാ എന്നിങ്ങനെ എല്ലാം ഉറക്കെ പറഞ്ഞിട്ട് അവളും ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോകും. അവളിങ്ങനെ ഇറങ്ങി പോകുമ്പോഴാണ് മുകളിൽ നിന്ന് ലീ കണ്ടിട്ട് പറയും, ഇവര് നമ്മുടെ സ്കൂളിൽ ജോലി ചെയ്യുന്നവരാണല്ലോ എന്നിങ്ങനെ അവളും കണ്ടുപിടിക്കും. അതിനുശേഷം മെയ്സുങ്ങും വീട്ടിൽ പോയി ചെറുതായിട്ട് ഒരു സംഭവം താഴോട്ടിടുമ്പോ ആ ശബ്ദം കേട്ട് താഴെ താമസിക്കുന്ന അയാള് വഴക്ക് പറയും. എന്നിട്ട് അവളും വിഷമിച്ച് ആ റൂമിൽ തന്നെ ഇരിക്കും. ഇവിടെ ശബ്ദം വെക്കാനൊന്നും പറ്റാത്തത് കൊണ്ടായിരിക്കും അവളും ഒരു പ്രത്യേകം റൂം എടുത്ത് അവൾക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി ആ ഹോട്ടലിലേക്ക് പോകുന്നത്. ഇതേ സമയം നമ്മുടെ ഹാനും ഷിൻ പറഞ്ഞെല്ലാം കേട്ടിട്ട് ഷിന്നിന്റെ അമ്മയുടെ പഴയ കേസ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കും. അതിനകത്തും ഷിൻ കൊച്ചുനാളി റെഡ് ലൈൻ വരച്ച് അവളുടെ അച്ഛനും ആന്റിക്കും ഉള്ള ബന്ധം അവളുടെ അമ്മ കണ്ടുപിടിച്ചെന്നായിരിക്കും ആ കേസിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അവനും ഷിന്നിനെ കണ്ടിട്ട് നമ്മുടെ കങ്ങിന്റെ തലയിൽ റെഡ് ലൈൻ ഉണ്ടോന്ന് ചോദിക്കും. അതിന് നമ്മുടെ ഷിന്നും അത് പേഴ്സണൽ ആയോണ്ട് ഞാൻ പറയത്തില്ല. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹാനിന് മനസ്സിലാകും കങ്ങിന്റെ തലയിലും ഒരു ലൈൻ ഉണ്ടെന്ന്. എന്നിട്ട് അവനും അത് അന്ന് കങ് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് പുറത്തു പോയ ചെക്കനാണോ എന്ന് ചോദിക്കും. അതിന് ഷിന്നും പറയും, ഇല്ല, കങ്ങിനും അവനും തമ്മില് ഒരു കണക്ഷനും ഇല്ല. അതേപോലെ തന്നെ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ആരുടെ കൂടെയും അവൾക്ക് കണക്ഷൻ ഇല്ല. നിങ്ങക്ക് വല്ല അറിയാവോ എന്നിങ്ങനെ അവള് ഹാനോട് ചോദിക്കുമ്പോ ഹാനും പറയും, ഇല്ല, എനിക്കറിയത്തില്ല. അത് കേട്ട് ഷിന്നും പറയും, ഇനി ചിലപ്പോ ആ ലൈൻ കണക്ട് ആയിട്ടുള്ള ആളാണോ കങ്ങിനെ തള്ളിയിട്ടത് എന്നിങ്ങനെ അവരും ആലോചിച്ചോണ്ടിരിക്കും. ഇപ്പൊ അടുത്ത ദിവസം മെയ്സുങ്ങും മ്യൂസിക് ടീച്ചർ ഇരിക്കുന്ന ആ സ്ഥലത്ത് പോയിട്ട് അയാൾ ഇട്ടേക്കുന്ന പാട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് അയാളുടെ കൂടെ ഫ്രണ്ട് ആകാൻ നോക്കും. അങ്ങനെ ഇപ്പൊ അന്ന് വൈകിട്ട് നമ്മുടെ ലീ ഇല്ലാത്തോണ്ട് നമ്മുടെ ക്ലാസ് ലീഡറും ഷിന്നും കൂടി വീട്ടിലേക്ക് ഒരുമിച്ച് പോകാൻ നിൽക്കുമ്പോഴാണ് ക്ലാസ് ലീഡർ ചോദിക്കുന്നത്, നീ എന്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് വരുന്നോ? അതിന് ഷിന്നും വരാമെന്ന് പറയുമ്പോ അവൻ അവളെയും വിളിച്ചോണ്ട് സ്വിമ്മിംഗ് പൂളിൽ പോകും. അവിടെ ആരും കാണത്തില്ല. ഇത് കണ്ടിട്ട് നമ്മുടെ ഷിന്നും ചോദിക്കും, നിനക്ക് എങ്ങനെ മനസ്സിലായി എനിക്ക് ആരും ഇല്ലാത്ത സ്ഥലവാ ഇഷ്ടമെന്ന്? അതിനവനും പറയും, അത് നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം നമ്മുടെ ഷിൻ പെട്ടെന്ന് വെള്ളത്തിൽ ചാടും. കാരണം അവിടെ ആരും ഇല്ലാത്തോണ്ട് അവൾക്ക് ആ റെഡ് ലൈൻ ഒന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവളും വെള്ളത്തിൽ ഇരുന്ന് സന്തോഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇത് കണ്ട് പേടിച്ച് നമ്മുടെ ക്ലാസ് ലീഡറും അവള് മരിക്കാൻ പോവാന്ന് പറഞ്ഞ് അവളെ പിടിച്ച് പുറത്തോട്ടെടുക്കും. അതിനുശേഷം നമ്മുടെ ഷിൻ തണുപ്പിൽ വിറയ്ക്കുന്ന കണ്ടിട്ട് ക്ലാസ് ലീഡർ അവന്റെ ഹൂഡി ഊരി അവൾക്ക് കൊടുക്കും. എന്നിട്ട് അവർ രണ്ടുപേരും നൂഡിൽസ് കഴിക്കുമ്പോഴാണ് നമ്മുടെ ഷിന്നും പറയുന്നത്, ഞാൻ ഒരു സത്യം പറയാം, എനിക്ക് മനുഷ്യരുടെ തലയിലുള്ള ഒരു റെഡ് ലൈൻ
കാണാൻ സാധിക്കും എന്നിങ്ങനെ അവളും അത് പറഞ്ഞിട്ട് അവനൊന്നും പറയാതിരിക്കുന്ന കേട്ട് ഷിൻ ചോദിക്കും, ഇത് നീ വിശ്വസിച്ചോ? അതിന് അവനും പറയും, ആ ഞാൻ വിശ്വസിച്ച്. ഇതില് കള്ളം പറയേണ്ട ഒരു കാര്യമില്ലല്ലോ, എനിക്ക് നേരത്തെ അറിയാം നീ കുറച്ച് ഡിഫറെന്റ് ആണെന്ന്, അതുകൊണ്ടാ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ട. അതുമല്ലാതെ ഞാൻ മറ്റെല്ലാരെയും പോലെ നോർമലും ആണ്. പിന്നെ എന്റെ തലയിൽ റെഡ് ലൈൻ ഉണ്ടോ എന്നിങ്ങനെ അവനും ചോദിക്കുമ്പോൾ നമ്മുടെ ഷിന്നും പറയും, ഇല്ല നിന്റെ തലയിലും ലീയുടെ തലയിലും റെഡ് ലൈൻ ഇല്ല. അതിനുശേഷം നമ്മുടെ ഷിന്നും വീട്ടിലേക്ക് വന്ന് അവളുടെ തലയിൽ റെഡ് ലൈൻ വരുന്ന പോലെ അവളും കണ്ണാടി നോക്കി വിചാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ അടുത്ത ദിവസം പിന്നെയും നമ്മുടെ ഷിൻ പാർട്ട് ടൈം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മെയ്സുങ് ആ 206 എന്ന് പറയുന്ന ആ റൂമിൽ നിന്നുകൊണ്ട് പിന്നെയും ശബ്ദം വെച്ച് അവൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവൾ ഈ റൂം തിരഞ്ഞെടുക്കാൻ വേറെ ഒരു കാരണമുണ്ട്. അപ്പുറത്തെ റൂമിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവൾക്ക് ഇവിടുന്ന് ഒളിഞ്ഞു നോക്കാൻ പറ്റും. ഇതെല്ലാം പുറത്ത് നിന്ന് നമ്മുടെ ഷിന്നും കേട്ടിട്ട് അവിടെ നിന്ന് പോകും. ഇപ്പൊ അപ്പുറത്തെ റൂമില് ആരോ വന്നെന്ന് പറഞ്ഞ് മെയ്സുങ്ങും കൂട്ടായി കൂടെ ഒളിഞ്ഞു നോക്കുമ്പോഴാണ് അത് മ്യൂസിക് ടീച്ചർ. അത് കണ്ട് അവളും സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ റൂമിലേക്ക് വേറെ ഒരു പെണ്ണും കയറി വരും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കുന്ന കണ്ട് നമ്മുടെ മെയ്സുങ്ങിന് ദേഷ്യം വരും. അതിനുശേഷം അവളും അവളുടെ വിഗ്ഗെല്ലാം ഊരി മാറ്റിയിട്ട് നേരെ ഷിന്നിനോട് പോയി പറയും, എനിക്ക് എന്റെ റൂം പിന്നെയും 1 മണിക്കൂറത്തേക്ക് വേണം എന്നിങ്ങനെ. അവളും സമയം മേടിച്ചിട്ട് അവൾ ഓരോ കാര്യങ്ങൾ നാളത്തേക്ക് വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അടുത്ത ദിവസം പിന്നെയും മറ്റേ പെണ്ണ് മ്യൂസിക് ടീച്ചറിനെ കാണാൻ വരുമ്പോ അവളെ ബാക്കിൽ നിന്ന് അടിച്ചിട്ട് അവളെ മെയ്സുങ്ങിന്റെ റൂമിൽ കെട്ടിയിട്ടിട്ട് അവളുടെ ഡ്രസ്സ് എടുത്തിട്ട് മെയ്സുങ് മ്യൂസിക് ടീച്ചർ ഇരിക്കുന്ന റൂമിലേക്ക് പോകും. ഇത് കണ്ട് മ്യൂസിക് ടീച്ചറും നീ എന്താ ഇവിടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മെയ്സുങ്ങും പെട്ടെന്ന് അവന്റെ മുകളിലേക്ക് ചാടി കയറുന്നത്. ഇത് കണ്ട് മ്യൂസിക് ടീച്ചറും അവളെ പിടിച്ചു മാറ്റിയിട്ട് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ മെയ്സുങ് ഒരു സ്റ്റാപ്ലർ എടുത്തെറിയും. അത് എറിഞ്ഞ ഉടൻ മ്യൂസിക് ടീച്ചറും അവനും ഈ സ്റ്റാപ്ലർ എടുത്തെറിഞ്ഞതിന് എനിക്ക് മയക്കം വരുന്നു എന്നിങ്ങനെ മയങ്ങി പോകുമ്പോഴാണ് നമ്മുടെ മെയ്സുങ്ങും പറയുന്നത്, നീ കുടിച്ച വെള്ളത്തിൽ ഞാൻ ബോധം കെടുത്താനുള്ള മരുന്ന് ചേർത്തായിരുന്നു എന്നിങ്ങനെ മ്യൂസിക് ടീച്ചറിനെ ബെഡിലിട്ട് അവളും സന്തോഷിക്കാൻ നോക്കുമ്പോഴാണ് മ്യൂസിക് ടീച്ചറിന്റെ തലയിരുന്ന് ബ്ലഡ് വരുന്ന അവള് കാണുന്നത്. അങ്ങനെ നമ്മുടെ മ്യൂസിക് ടീച്ചർ മരിച്ചു പോകുന്ന കണ്ട് ഇവൾക്കും പ്രാന്തായി അവൾ നേരെ ബാത്റൂമിൽ ചെന്ന് ആ സ്റ്റാപ്ലറും കൊണ്ട് അവളുടെ ദേഹത്ത് ഫുള്ള് അടിച്ച് അവളങ്ങ് മരിക്കും. അതിനുശേഷം നമ്മുടെ ഷിന്നും തുണി കഴുകാൻ വേണ്ടി അവളിങ്ങനെ നടന്നു വരുമ്പോഴാണ് മറ്റേ കെട്ടിയിട്ടിരുന്ന പെണ്ണ് പുറത്തേക്ക് ചാടി വരുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ ഷിന്നും പെട്ടെന്ന് പോലീസിനെ വിളിക്കും. അതിനുശേഷം നമ്മുടെ ഹാനും ഇതെല്ലാം കണ്ടിട്ട് പുറത്തിരിക്കുന്ന ഷിന്നിനോട് വന്ന് ചോദിക്കും, മ്യൂസിക് ടീച്ചറിനും മെയ്സുങ്ങിനും വല്ല ബന്ധം ഉണ്ടായിരുന്നു? അതിന് അവളും പറയും, ഇല്ല മെയ്സുങ്ങിന്റെ തലയിൽ എപ്പോഴും ഒരു റെഡ് ലൈനെ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് മ്യൂസിക് ടീച്ചറായിട്ട് കണക്റ്റഡ് അല്ലായിരുന്നു. അപ്പൊ ഹാനും ചോദിക്കും, ഇതിനും ആ ഗ്ലാസ് ആണോ കാരണം? അതിന് നമ്മുടെ ഷിന്നും പറയും, മെയ്സുങ് എപ്പോഴും ഗ്ലാസ് ഇട്ടോണ്ടാണ് നടക്കുന്നത്, അതുകൊണ്ട് എനിക്ക് സംശയം വന്നില്ല, എനിക്ക് തോന്നുന്നു ഇതും ആ ഗ്ലാസ് ആയിരിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ആ ഗ്ലാസ് ഇട്ടാൽ എല്ലാവരും മാറിപ്പോകും, അതാരായാലും അവരെന്തോ സ്പെഷ്യൽ ആണെന്ന് അവർക്ക് തോന്നിക്കുന്നു എന്നിങ്ങനെ ഷിൻ പറയുന്നതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹാനും ഹോസ്പിറ്റലിൽ ചെന്ന് കങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം പെട്ടെന്ന് അവനും മെയ്സുങ് മരിച്ച സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ബാത്റൂമിൽ ഇരിക്കുന്ന വെള്ളമെല്ലാം കളയും. അങ്ങനെ ആ വെള്ളമെല്ലാം പോയതിനു ശേഷം നമ്മുടെ ഹാനിന് ആ കണ്ണാടി കിട്ടും. അങ്ങനെ നമ്മുടെ ഹാനും ആ കണ്ണാടി ഇട്ട് നോക്കുമ്പോഴാണ് അവന്റെ തലയിലുള്ള ആ റെഡ് ലൈൻ എല്ലാം അവൻ കണ്ട് അവനും ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ഹാനും ആ ഗ്ലാസ് ഇട്ടോണ്ട് അവനും ഇങ്ങനെ ഓരോരുത്തരെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവനും മറ്റേ പോലീസിന്റെ തലയിൽ 2 ലൈൻ ഉള്ള കണ്ടിട്ട് നീ എന്നെ പോലെ അല്ലെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായ. ഇത് കേട്ട് മറ്റേ പോലീസും പറയും, ഞാൻ അത് ആദ്യം തൊട്ടേ പറയുന്നില്ലേ എന്നിങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷിന്നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറെ ഒരു കൊച്ച് അവിടേക്ക് വരുന്നത്. ഈ കൊച്ചിന്റെ പേര് ജിന എന്നാണ്. അങ്ങനെ ഇത് കണ്ട് പോലീസുകാരും ചോദിക്കുമ്പോഴാണ് ആ കൊച്ചും പറയുന്നത്, ഞാൻ എന്റെ കൂടെ ഡാൻസ് പഠിക്കുന്ന ഒരു പയ്യന്റെ വീട്ടിലേക്ക് പോയായിരുന്നു, കുറച്ച് കഴിഞ്ഞ് ഞാൻ ബോധം കെട്ട് അവിടെ ഉറങ്ങിപ്പോയി, അതിനുശേഷം ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോ എന്റെ ഡ്രസ്സെല്ലാം മാറിപ്പോയി കിടന്ന് എന്നിങ്ങനെ ജിനയും പോലീസുകാരോട് പറയുമ്പോഴാണ് പോലീസുകാരും ചോദിക്കുന്നത്, നീ ഇതിനു മുമ്പ് ആരുടെങ്കിലും കൂടെ ബന്ധമുണ്ടായിട്ടുണ്ടോ? അപ്പൊ ജിനയും ഇല്ലെന്ന് പറയും. പക്ഷെ ഇതെല്ലാം വീഡിയോയിൽ കാണുന്ന നമ്മുടെ ഹാനാണെങ്കിൽ അവളുടെ തലയിലുള്ള 4 ലൈൻ കണ്ടിട്ട് അവൾ എന്തിനാ കള്ളം പറയുന്നത് എന്നിങ്ങനെ അവനും ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം നമ്മുടെ ഷിന്നും ലീയും ക്ലാസ് ലീഡറും ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഷിന്നിന്റെ ബർത്ത്ഡേ അവർ ആഘോഷിക്കാമെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ് ലീഡറും ബർത്ത്ഡേ പാർട്ടിക്ക് മുമ്പ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ടാലോ എന്ന് മെസ്സേജ് ഇടും. അതേപോലെ തന്നെ വേറൊരു നമ്പറിൽ ഇരുന്ന് നമ്മുടെ ഷിന്നിന് ബർത്ത്ഡേ പാർട്ടിക്ക് ഞാനും നിന്നെ വിളിക്കുന്നു എന്നിങ്ങനെ ഒരു മെസ്സേജ് വരും. ഇത് കണ്ട് നമ്മുടെ ഷിന്നും ചെറുതായിട്ട് അങ്ങ് ഷോക്കാവും. കാരണം എല്ലാ വർഷവും ഷിന്നിന്റെ ബർത്ത്ഡേക്ക് കറക്റ്റ് ആരോ ഷിന്നിന് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് കാർഡ് അയക്കും. ഇപ്പൊ അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് അവളും ആ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്കൂളിനകത്തേക്ക് നമ്മുടെ ജിന കയറി വരുന്നത്. ജിന ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് ഷിന്നും അവളുടെ തലയിലുള്ള 4 ലൈൻ ഇങ്ങനെ ശ്രദ്ധിക്കും. ഇതേ
ഇതേ സമയം നമ്മുടെ ഹാനും മറ്റേ പോലീസും കൂടി സ്കൂളിലേക്ക് ജീനയുടെ കേസ് അന്വേഷിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് ലേഡി ടീച്ചറിനെയും നമ്മുടെ ഹാൻ കാണുന്നത്. അങ്ങനെ ലേഡി ടീച്ചറിന്റെ തലയിൽ ഒരു ലൈനും ഇല്ലാത്തത് കണ്ട് അവനും ചെറുതായിട്ട് അങ്ങ് ഷോക്കാവും. കാരണം ഹാനിന് ഇപ്പോ ലേഡി ടീച്ചറിന്റെ മുകളിൽ ചെറുതായിട്ട് ഒരു ഇഷ്ടം വന്നു തുടങ്ങി. അതിനുശേഷം ജീന കേസ് കൊടുത്ത ആ പയ്യനെ പിടിച്ച് ഹാനും മറ്റേ പോലീസും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. ഇവന്റെ പേരാണ് സിയു. ഹാനും നീ ജിനയെ ബോധം കെടുത്തി എന്തോ ചെയ്തെന്ന് പറഞ്ഞ് അവൻ ചോദ്യം ചോദിക്കുമ്പോഴാണ് സിയുവും പറയുന്നത്, ഇതാണോ ജിന നിങ്ങളോട് പറഞ്ഞു? എനിക്ക് അവളെ ഡാൻസ് ക്ലാസ്സിൽ വെച്ച് പരിചയമാ, അത്രയേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ എന്നിങ്ങനെ അവൻ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ഹാനും പോലീസും കൂടി പുറത്തേക്ക് വരുമ്പോഴാണ് ഹാൻ ഷിന്നിനെ കാണുന്നത്. ഷിന്നിനെ കണ്ട ഉടൻ അവന് കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത പോലെ അവിടുന്ന് പോകാൻ നോക്കും. കാരണം നമ്മുടെ ഹാൻ ഇപ്പൊ ആ കണ്ണാടി ഇട്ടേക്കുന്നതുകൊണ്ട്. പക്ഷെ നമ്മുടെ ഷിന്നാണെങ്കിൽ ദേഷ്യത്തിൽ ഹാനിനെ വിളിച്ചോണ്ട് പോയി ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ആ കണ്ണാടി കാരണം ഇത്രയും നടന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെ ആ കണ്ണാടി ഇടാൻ തോന്നിയേ? അപ്പൊ നമ്മുടെ ഹാനും പറയും, ഈ കണ്ണാടി ഇട്ടിട്ട് എനിക്കും ചെറുതായിട്ട് സ്പെഷ്യലായിട്ട് തോന്നുന്നു, പക്ഷെ ഇത് കാരണം എനിക്കൊരു പ്രശ്നം വരത്തില്ല, അതുകൊണ്ട് ഈ കണ്ണാടി ഞാൻ തരത്തില്ല എന്നിങ്ങനെ അവർ രണ്ടുപേരും വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ലേഡി ടീച്ചർ അതേസമയം അവിടെ വരുന്നത്. ഇത് കണ്ട ഉടൻ ഷിൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് ടീച്ചറും ഹാനോട് ചോദിക്കും എന്തുവാ പ്രശ്നമെന്ന്. അതിന് ഹാനും ഒരു പ്രശ്നമല്ല, ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ താമസിക്കുക, ആ പരിചയത്തില് ഞങ്ങൾ മിണ്ടിയതാ, പിന്നെ ഞാൻ നിങ്ങളെ ഡിന്നറിന് വിളിച്ചോട്ടെ എന്നിങ്ങനെ ഹാനും ടീച്ചറിനെ ഡിന്നറിന് വിളിക്കും. പക്ഷേ അത് ടീച്ചർ കേട്ട് കാണത്തില്ല. അങ്ങനെ ടീച്ചറും എന്തോന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹാനും ഒന്നും പറയാതെ എന്തായാലും ഞാൻ നിങ്ങളെ വിളിക്കാം എന്നിങ്ങനെ അവനും അവിടുന്ന് നടന്നു പോകുമ്പോഴാണ് നമ്മുടെ ലേഡി ടീച്ചർ അവനെ നോക്കുന്നത്. അങ്ങനെ അവന്റെ തലയിലേക്ക് നോക്കുമ്പോൾ അവന്റെ റെഡ് ലൈൻ ഫുള്ളും ലേഡി ടീച്ചറിന് കണ്ണാടി ഇടാതെ തന്നെ കാണാൻ പറ്റും. അപ്പൊ തന്നെ മനസ്സിലായി ഈ ലേഡി ടീച്ചറാണ് വില്ലൻ എന്ന്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പിന്നെയും സിയു എന്ന് പറയുന്ന ആ പയ്യനെയും നമ്മുടെ ജിനയെയും പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മറ്റേ പോലീസും സിയുടെ ചാറ്റെല്ലാം എടുത്തു നോക്കുമ്പോഴാണ് ആദ്യം ജിനയായിരിക്കും സിയുടെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചത്. ഇതേ സമയം നമ്മുടെ ഹാനും ജിനയോട് സംസാരിക്കുമ്പോൾ നീ സത്യം തന്നെയല്ലേ പറയുന്നേ എന്നിങ്ങനെ പറഞ്ഞ് അവനും ചോദിച്ചുകൊണ്ടിരിക്കും. അതേസമയം മറ്റേ പോലീസും ഞാൻ സിയുയെ പുറത്തേക്ക് വിടാൻ പോവാന്ന് പറയുമ്പോൾ നമ്മുടെ ഹാനും എഴുന്നേറ്റ് പോയി കഥ തുറന്നിട്ട് സിയുവിനും ജിനയ്ക്കും തമ്മിൽ വല്ല ലൈൻ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവർ തമ്മിൽ ഒരു റെഡ് ലൈനും കാണത്തില്ല. ഇത് കണ്ടിട്ട് ജിന കള്ളം പറയുമെന്ന് അവൻ വിചാരിച്ച് കേസ് ക്ലോസ് ചെയ്യാൻ പറയും. അതിനുശേഷം ഹാനും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഷിന്നു അവനെ വിളിച്ചിട്ട് അവന്റെ കണ്ണാടി മേടിച്ച് ഇങ്ങനെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹാനും ഷിന്നിന്റെ അമ്മയുടെ ഫോട്ടോ എടുത്ത് ഷിന്നിന്റെ കൊടുക്കും. എന്നിട്ട് അവനും പറയും നിന്റെ അമ്മ ചെയ്ത കാര്യങ്ങൾക്കൊന്നും നീയല്ല കാരണം. ഇത് കേട്ട് ഷിന്നും പറയും അപ്പോ എന്റെ അമ്മ ഇങ്ങനെയാണല്ലേ ഇരിക്കുന്നത്, എന്റെ സ്വപ്നത്തിൽ വേറെ ഒരു മുഖമാണ് വരുന്നത് എന്നിങ്ങനെ പറയുന്നിട്ട് ഹാനും പറയും പിന്നെ ഈ ഗ്ലാസ് ഡേഞ്ചർ ആണെങ്കിലും ഈ ക്ലാസ് കാരണം ഇന്ന് ഞാൻ ഒരു കേസ് സോൾവ് ചെയ്ത്. നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആ ജിനയില്ലേ, ആ കൊച്ചിനും സിയുക്കും തമ്മിൽ ഒരു ലൈനും ഇല്ല, അതുമല്ലാതെ ആ കൊച്ചിന്റെ തലയിൽ 4 ലൈനുണ്ട്. പക്ഷേ ആ കൊച്ചു പറഞ്ഞത് അവൾക്ക് ഇതിനു മുമ്പ് വേറെ ആരുടെ കൂടെയും ബന്ധമില്ലെന്ന്. ഇത് കേട്ട് നമ്മുടെ ഷിന്നും പറയും പക്ഷേ ഒരാഴ്ചക്ക് മുമ്പ് വരെ ജിനയുടെ തലയിൽ ഒരു റെഡ് ലൈനും ഇല്ലായിരുന്നു, ഇന്നലെ പെട്ടെന്ന് 4 റെഡ് ലൈൻ. ഇത് കേട്ട് നമ്മുടെ ഹാനും ഡൗട്ട് അടിച്ച് പെട്ടെന്ന് അവനും മറ്റേ പോലീസിനെ വിളിച്ചു പറയും നീ ഇതുവരെ കേസ് ക്ലോസ് ചെയ്തില്ലല്ലോ, ക്ലോസ് ചെയ്യണ്ട, നമുക്ക് പിന്നെയും അന്വേഷിക്കണം എന്നിങ്ങനെ അവനും മറ്റേ പോലീസിനെ വിളിച്ചോണ്ട് സിയുടെ വീട്ടിലേക്ക് പോകും. അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ ഫുള്ളും വൃത്തിയായിരിക്കുന്ന കണ്ടിട്ട് മറ്റേ പോലീസും ചോദിക്കും നിന്റെ റൂം ഭയങ്കര ക്ലീൻ ആണല്ലോ. അത് കേട്ട് സിയും പറയും എനിക്ക് എപ്പോഴും എന്റെ റൂം ക്ലീൻ ആയിരിക്കണം, പിന്നെ നിങ്ങൾ ഇവിടുന്ന് പോയി തരാവോ, എനിക്ക് നാളെ പ്രാക്ടീസ് ഉള്ളയാ എന്നിങ്ങനെ പറയുന്നത് കേട്ട് അവരും അവിടുന്ന് പോകും. പക്ഷെ അടുത്ത ദിവസം നമ്മുടെ ഹാൻ മറ്റേ പോലീസിനെ വിളിച്ചോണ്ട് ആ അപ്പാർട്ട്മെന്റിലെ തുണി കഴുകുന്ന സ്ഥലത്ത് വന്ന് അവനും അവിടെ തപ്പി നോക്കുമ്പോഴാണ് ഒരു കവറിൽ ഒരു ബെഡ്ഷീറ്റ് ഇങ്ങനെ പൊതിഞ്ഞിട്ടേക്കുന്നത്. ഇത് നമ്മുടെ സിയുടെ ബെഡ്ഷീറ്റ് ആയിരിക്കും. ഇത് കണ്ടിട്ട് മറ്റേ പോലീസ് ചോദിക്കും നീ എങ്ങനെ ഇത് കണ്ടുപിടിച്ചേ? അപ്പൊ ഹാനും പറയും നമ്മൾ ഇന്നലെ റൂമിൽ പോയപ്പോ ആ ബെഡ്ഷീറ്റ് മാത്രം പുതിയതുപോലെയും ആ റൂമിന്റെ കളറിന് ഒട്ടും ചേരാത്ത കളറായിട്ട് തോന്നി എന്നിങ്ങനെ പറഞ്ഞ് ആ ബെഡ്ഷീറ്റിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാബിലേക്ക് അയക്കും. എന്നിട്ട് ഹാനും പിന്നെ എന്താ ജിനയ്ക്കും സിയുക്കും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാത്ത എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അതിനുശേഷം പിന്നെയും സിയുവിനെ പോലീസ് വിളിച്ച് അവനോട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അവനും പറയും ജിനയെ ആദ്യം എന്നെ വിളിച്ച, ജിനയുടെ മുകളിൽ എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല, അവളും ഞാനും അന്ന് ഡ്രിങ്ക്സ് ചെയ്ത് അവള് കുറച്ച് കുടിച്ചപ്പോ തന്നെ ബോധം കെട്ട് വീണ്. അതിനുശേഷം ഞാനും ഡ്രിങ്ക്സ് മേടിക്കാൻ വേണ്ടി കടയിൽ പോയി, നിങ്ങൾക്ക് വേണമെങ്കിൽ CCTVയിൽ നോക്കാം എന്നിങ്ങനെ അവൻ പറയുന്ന കേട്ട് ഹാനും പോലീസും CCTVയിൽ നോക്കുമ്പോഴാണ് സിയു കടയിരുന്ന് ഡ്രിങ്ക്സ് മേടിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ അവര് നോക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ആ വഴി കൂടെ നമ്മുടെ ഷിന്നിന്റെ സ്കൂളിൽ പഠിക്കുന്ന 4 പയ്യന്മാര് പോകുന്ന കാണാം. ഇത് കണ്ടിട്ട് നമ്മുടെ ഹാനും അവരങ്ങോട്ട് പോകുന്നയും തിരിച്ചിങ്ങോട്ട് വരുന്ന റെഡ് ലൈനും തമ്മിൽ എണ്ണി നോക്കുമ്പോ ഒരു എണ്ണം എല്ലാവർക്കും കൂടുതൽ കാണും. അപ്പൊ നമ്മുടെ ഹാനിന് മനസ്സിലാകും ഈ 4 പേരാണ് ജിനയുടെ ഈ നിലയ്ക്ക് കാരണമെന്ന്. അങ്ങനെ അടുത്ത ദിവസം ജിനയും ഇങ്ങനെ നടന്നു വന്നോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഷിന്നും അവളുടെ തലയിലുള്ള ലൈൻ കാണുന്നത്. അതേപോലെ തന്നെ ആ 4 പയ്യന്മാര് ഇറങ്ങി വരുമ്പോ ജിനയുടെയും അവരുടെ ലൈൻ കണക്ട് ആകുന്ന അവള് കാണും. പെട്ടെന്ന് ഷിന്നും ഹാനിനെ വിളിക്കാൻ നോക്കുമ്പോഴാണ് നമ്മുടെ ഹാൻ അവളുടെ പുറകെ നിന്നിട്ട് അവനും അവന്മാരെ പിടിക്കാൻ വന്നയാന്ന് പറയും. അതിനുശേഷം സിയുയും മറ്റേ 4 പയ്യന്മാരെയും പിടിച്ചോണ്ട് പോയി പോലീസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അതിലൊരുത്തന്റെ തലയിൽ
തലയിൽ മാത്രം ഒരേ ഒരു റെഡ് ലൈൻ. അവനെ നമ്മുടെ ഹാനും മറ്റേ പോലീസും ഒറ്റയ്ക്ക് വിളിച്ചോണ്ട് പോയി വീട്ടിലാക്കാന്ന് പറഞ്ഞ് വേറെ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കും. ഇത് കണ്ടിട്ട് അവനും കുറെ പേടിച്ച് എന്നെ വീട്ടിലാക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം കണ്ടിട്ട് നമ്മുടെ ഹാൻ ഒരു സ്ഥലത്ത് കാർ നിർത്തി മറ്റേ പോലീസിന്റെ കൂടെ കുറച്ച് മാറി നിന്നിട്ട് അവൻ പറയും, നീ അവനെ കണ്ടില്ലേ, അവൻ ഇപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. ഇങ്ങനെ കുറച്ചു സമയം കൂടി നമ്മൾ അവനെ പേടിപ്പിച്ച അവൻ സത്യമെല്ലാം പറയും എന്നിങ്ങനെ മറ്റേ പോലീസും ആ പയ്യനെ പിടിച്ച് കൊല്ലാൻ പോകുന്ന പോലെ വലിക്കുമ്പോഴാണ് അവനും അവിടുന്ന് ഓടിപ്പോകുന്നത്. പക്ഷെ അതേസമയം തന്നെ മറ്റേ പോലീസ് ഓടിച്ചെന്ന് അവനെ അങ്ങ് പിടിക്കും. അതിനുശേഷം നമ്മുടെ ഹാനും ആ പയ്യനെ കാറിൽ വെച്ച് ചോദിക്കും, നീ ഓടിയോണ്ട് നീയാ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി, മറ്റേ 3 വരെ ഞാൻ വീട്ടിലേക്ക് അയക്കും എന്നിങ്ങനെ പറയുന്ന കേട്ട ഉടൻ ആ പയ്യൻ ഉള്ള സത്യം എല്ലാം പറയും. അവന്മാരെ 4 പേരുമാണ് ചെയ്തതെന്നും പക്ഷെ ഇതിനെല്ലാം പ്ലാൻ ഇട്ടത് ആ സിയു എന്ന് പറയുന്ന ആ പയ്യനാണെന്നും അവൻ അവൾക്കൊരു ഡ്രഗ്സ് കൊടുത്ത് ബോധം കെടുത്തിയിട്ട് ഇവന്മാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ജിനയെ റേപ്പ് ചെയ്യാൻ പറഞ്ഞു കാണും. ഇതെല്ലാം ഇപ്പൊ അറിഞ്ഞതുകൊണ്ട് അവന്മാർ 5 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കും. അതിനുശേഷം നമ്മുടെ ഷിന്നും ഹാനും കൂടി കാറി പോകുമ്പോഴാണ് ഹാനും പറയുന്നത്, ഈ കണ്ണാടി ഇട്ടതിന് ശേഷം ഞാൻ ജിനയുടെ ഭാഗത്തുള്ള സത്യം മറന്നുപോയി, ഇതെന്തായാലും ഡേഞ്ചറാണ് എന്നിങ്ങനെ അവര് സംസാരിച്ചുകൊണ്ട് വരുമ്പോ പെട്ടെന്ന് ഹാനിന് ഹോസ്പിറ്റലിൽ ഇരുന്ന് ഫോൺ വരും. അതുകൊണ്ട് അവനും ഷിന്നിനെ ഒരു സ്ഥലത്ത് ഇറക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. അതേസമയം നമ്മുടെ ഷിന്നും ക്ലാസ് ലീഡറിനെ ബർത്ത്ഡേക്ക് മുമ്പ് കാണാൻ വേണ്ടി അവനെ വിളിച്ചു വരുത്തും. ഇപ്പൊ നമ്മുടെ ഹാനും ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് അവനും അവിടെ ചെന്ന് വഴക്കിടുന്നത്, നിങ്ങക്ക് ആ കിളവനെ നോക്കാൻ വയ്യേ? അപ്പൊ അവിടുത്തെ നഴ്സുമാരും പറയും, ഇല്ല, ഇത് ഞങ്ങൾ അറിയാതെ വേറെ ആരോ നിങ്ങളുടെ അച്ഛനെ വിളിച്ചോണ്ട് പോയതാ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ അപ്പൂപ്പൻ നമ്മുടെ ഹാനിന്റെ അച്ഛനാണെന്ന്. അങ്ങനെ അവനും CCTVയിൽ നോക്കുമ്പോഴാണ് അവന്റെ അച്ഛനെ വിളിച്ചോണ്ട് പോകുന്നത് ലേഡി ടീച്ചർ ആണെന്ന്. അതേസമയം തന്നെ അവന്റെ ഫോണിലേക്ക് വേറെ ഒരു നമ്പറിൽ ഇരുന്ന് കങ്ങിന്റെ ഫോട്ടോ വരും. ഇത് കണ്ട് പേടിച്ച് അവന് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് അവിടെ കങ്ങിനൊന്നും പറ്റാത്തത്. അങ്ങനെ അവനും ആശ്വാസപ്പെട്ടിരിക്കുമ്പോ നമ്മുടെ കങ്ങിന്റെ റെഡ് ലൈൻ പെട്ടെന്ന് ആ ഹോസ്പിറ്റൽ റൂമിൽ ഇരുന്ന് പുറത്തേക്ക് ആരുടെയോ കൂടെ കണക്ട് ആകുന്നത് അവൻ കാണും. പെട്ടെന്ന് അവൻ തോക്കെടുത്ത് നിൽക്കുമ്പോഴാണ് അത് ഹാനിന്റെ അച്ഛനും കങ്ങും തമ്മിലുമാണ് ആ റെഡ് ലൈൻ കണക്ട് ആയിരിക്കുന്നത്. ഇത് കണ്ട ഉടൻ നമ്മുടെ ഹാനിന് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഹാനിന്റെ അച്ഛനും നേരെ വന്ന് കങ്ങിന്റെ അടുത്തിരുന്ന് അവളുടെ കയ്യിൽ പിടിക്കുമ്പോഴാണ് ഹാനും ദേഷ്യത്തി അയാളെ പിടിച്ച് താഴേക്ക് എറിഞ്ഞിട്ട് അയാളെ കൊല്ലാൻ നോക്കുന്നത്. അച്ഛൻ എങ്ങനെ അത് കങ്ങിനോട് ചെയ്യാൻ തോന്നി എന്നിങ്ങനെ അവനും ചോദിച്ചോണ്ട് അച്ഛനെ കൊല്ലാൻ നോക്കും. പക്ഷെ അത് അവന് കഴിയില്ല. ഇതേ സമയം നമ്മുടെ ഷിന്നിനെ കാണിക്കുന്നത്, അവളുടെ കൈ ഫുള്ളും ബ്ലഡ്. അവളും ഇങ്ങനെ പേടിച്ച് കരഞ്ഞുകൊണ്ട് നമ്മുടെ ഹാനിനെ വിളിക്കുന്നു, എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഞെക്കി ഓൾ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം.